മോളെ അനങ്ങല്ലേ അനങ്ങല്ലേ മോളെ അനങ്ങല്ലേ മോള് കരയണ്ട. രാജി 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 Oh God. ബോധമുണ്ട്. ഷോക്കിന്റെ റിയാക്ഷനാ, സാരമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഷീൽ ബി ഓൾ റൈറ്റ്. ലീലാമ്മേ, ഒരു ചെറിയ ഡോസ് ട്രാങ്ക്വലൈസർ കൊടുത്തേക്ക്. മോളെ മോളെ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളൊരു ഹുക്കിട്ടൊന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ ശരിയായില്ല. കുട്ടി വീണ്ടും താഴോട്ട് പോയി. ആ രീതിയൊക്കെ വളരെ റിസ്ക്കാണ്. ഫയർഫോഴ്സുകാരെ വിവരം അറിയിച്ചിട്ടുണ്ട്, പക്ഷെ അവരിങ്ങ് എത്തണ്ടേ. സാർ, വേറെ എന്തെങ്കിലും ഒരു മാർഗം? ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും റെസ്ക്യൂ ചെയ്ത് പുറത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ ഇത്രയും ഡെപ്തിൽ ഈറൻ വായു ശ്വസിച്ചാൽ അപകടമാണ്. ഈവൻ അതർവൈസ് ശ്വാസം കിട്ടാനും ബുദ്ധിമുട്ടാവും. കൊച്ചുകുട്ടിയല്ലേ. ജോസഫേ, ഓക്സിജൻ എടുക്ക. എന്നിട്ട് ദൂരം എത്തിയില്ലല്ലോ. ആണോ? ശരി. ഈ പട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു. സൂക്ഷിച്ചു. അതിന് മുഖത്ത് പഠിപ്പിക്കണം. വാൽവ് തുറന്നുവിടെ. മൂത്തുമുട്ടല്ലേ മോളെ, പേടിക്കണ്ട കേട്ടോ. കുഞ്ഞ് എങ്ങനെയുണ്ട്? മാറാട്ടെ, മാറാ. ഇത്രയും തുറസായ സ്ഥലത്ത് എങ്ങനെ ഒരു കുഴി? ഇറ്റ്സ് ക്രിമിനൽ. ഇവനൊക്കെ ഇങ്ങ് വന്നേ. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഈ കുഴി ഒന്ന് വൈഡൻ ചെയ്തെടുത്താലോ? എന്തായി പറയുന്നത്? അത് അപകടമാണ്. സ്ലൈറ്റായ ഒരു ഷോക്കോ ഡിസ്റ്റർബൻസോ ഉണ്ടായാൽ കുട്ടിയുടെ മേൽ മണ്ണ് വീഴും. അയ്യോ വേണ്ട, അത് റിസ്കാ. റിസ്കാ എന്ന് പറഞ്ഞ് പേടിച്ചിരുന്നാൽ എങ്ങനെയാ? വല്ല കയറോ കപ്പിയോ മറ്റേട്ട് പൊക്കിയെടുക്കാൻ നോക്കണം. അതൊക്കെ ചെയ്തു നോക്കി. ഇനി ആ രീതിയിലൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിക്കണം. ഓക്സിജൻ ഇനി വേണ്ടി വരും തോന്നുന്നു. നേഴ്സൽ ഫീഡിംഗ് അല്ലാത്തതുകൊണ്ട് കുറെ അധികം വേസ്റ്റ് വരും. സിലിണ്ടേഴ്സ് കുറച്ചുകൂടി കരുതണം. ജോസഫ്, ഒരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള സിലിണ്ടേഴ്സ് എല്ലാം എടുത്തോണ്ട് പോവാ. എമർജൻസിക്കുള്ള മാത്രമാണോ വെച്ചിട്ടാവും. താൻ പോയി ആവശ്യമുള്ള ആൾക്കാരെ അങ്ങോട്ട് മാറ്റി നിർത്ത്. നമ്മുടെ വണ്ടി എടുത്തോ, പെട്ടെന്ന് വേണം. അങ്ങോട്ട് മാറി നിൽക്കണോ മോളെ? ഞാനൊന്ന് സംഭവിക്കില്ല. ഒന്ന് സമാധാനിക്കും നീ. മോളെ, മോളെ അച്ഛനെ വിളിക്കുന്നു. മോളെ, മോളെ ഡോക്ടർ, മോളെ ഡോക്ടറിന്റെ മോള് മിണ്ടുന്നില്ല. മോളെ ഡോക്ടർ, മോളെ റെസ്പോണ്ട് ചെയ്യുന്നു. മോളെ എങ്ങോട്ട് നോക്കും. മോളെ അച്ഛനെ വിളിക്കുന്നു. മോളെ മയങ്ങിപ്പോയതായിരിക്കും, അത് അപകടമാണ്. ഡോക്ടറിന് ഓക്സിജൻ തീർന്നാണോ? അതിന്റെ അല്ല, പക്ഷേ എന്തായാലും കുട്ടി അൺകോൺഷ്യസ് ആയിക്കൂടാ. കുറച്ച് വെള്ളം തളിച്ചാലോ? അതൊന്നും ശരിയാവില്ല. അമ്മയുടെ ശബ്ദം കേട്ടാ കുട്ടി റിയാക്ട് ചെയ്യേണ്ടതാണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? മിസ്സിനെ കൊണ്ട് വിളിപ്പിച്ച് നോക്കിയാലോ? രാജി, 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 നീ ഒന്ന് സമാധാനിക്ക്. ഈ സമയത്ത് നീ ഇങ്ങനെ ആയാലോ? രാജി, നമ്മുടെ മോള് വിളിച്ചിട്ട് മിണ്ടുന്നില്ല. പോയതാ. രാജി, രാജി, ഞാൻ പറയുന്നൊന്ന് കേക്ക്.
ഈ സമയത്ത് നീ ഇങ്ങനെ കരയല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും നമ്മുടെ മോളെ വിളിച്ചുണർത്തണം. പറ്റുമെങ്കിൽ അവളെ കൊണ്ട് 2 വാക്ക് സംസാരിപ്പിക്കണം. നീ വിചാരിച്ചാലേ അത് പറ്റണം. മോളെ മാളൂട്ടി, രാജി വിളിച്ചോണ്ടിരിക്കേ. നമ്മുടെ മോളെ എങ്ങനെയെങ്കിലും വിളിച്ചുണർത്തണം. വിളിക്ക് രാജി, മോളെ വിളിക്ക്. രാജി, നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? നമ്മുടെ മോളെ നീ വിളിച്ചാൽ മാത്രമേ നമ്മുടെ മോളെ കണ്ണു തുറക്കൂ. ഡോക്ടർ ഒന്ന് പറയൂ. രാജി വിളിക്ക്. രാജി നമ്മുടെ മോളെ വിളിക്ക്. മാളൂട്ടി, ഇങ്ങോട്ട് നോക്കുമോളെ. അച്ഛനമ്മയെ നോക്കുമോളെ. അമ്മ ഇവിടെ ഉണ്ട് മോളെ. അമ്മ ഇവിടെ ഉണ്ട്. മോളെ മാളൂട്ടി, മോളെ പേടിക്കണ്ട കേട്ടോ. മോളെ അച്ഛനുണ്ട് മോളെ ഇവിടെ. മോളെ ഡോക്ടർ കുഴിയിലേക്ക് ഒട്ടും വെളിച്ചില്ല. ഡോക്ടർ കണക്ഷൻ എടുത്തോണ്ടിരിക്കുക. മോളെ ആരെങ്കിലും ബൾബ് കുഴിയിലേക്ക് വെളിച്ചം കിട്ടാൻ മാത്രം ഇങ്ങോട്ടിടൂ. പെട്ടെന്ന് ചെയ്യൂ. ഡോക്ടറിന്റെ മോൾ ഉറങ്ങുന്നു തോന്നുന്നു. അയ്യോ, ഓഹോ, ഇത്രയും നേരമായ കുഴിയാണല്ലേ? എത്രയും പെട്ടെന്ന് കുട്ടിയെ പുറത്തെടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കുറെ അധിക നേരമായി വീണിട്ട്. ഈ കുഴിയുടെ ആഴം എങ്ങനെയാ? 150 അടിയുണ്ട്. 150 അടിയോ? അപ്പൊ കുഞ്ഞ് വീഴ്ചക്കടിയിൽ ഭാഗ്യത്തിന് എവിടെയോ സ്റ്റക്കായിരിക്കുക. ചെറിയൊരു അനക്കമുണ്ടായാൽ പോലും കുട്ടി. നമുക്ക് വല്ല കമ്പിയോ ഹൂക്കോ വെച്ച് പൊക്കിയെടുക്കാൻ നോക്കിയാലോ? അതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി സാർ. അത് കൂടുതൽ അപകടം ഉണ്ടാക്കിയത്. കുഞ്ഞ് വീണ്ടും സ്ലിപ്പ് ചെയ്ത് താഴോട്ട് പോയി. ഓഹോ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് ഇനിയും താഴോട്ട് സ്ലിപ്പ് ആകാതെ നോക്കണം. എന്ന് വെച്ചാൽ ആദ്യം കുഞ്ഞിരിക്കുന്നതിന് താഴെ ബ്ലോക്ക് ചെയ്യണം. സാർ, നമ്മുടെ ആ ചെറിയ ലാഡർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും. അതെങ്ങനെ ഇത്ര ചെറിയ കുഴിക്കകത്ത്? മാത്രമല്ല കുഞ്ഞ് അതിന്റെ അകത്ത് സ്റ്റക്കായിരിക്കല്ലേ? ഈ കുഴിയെ യാതൊരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അതല്ലാതെ മറ്റെന്തെങ്കിലും മാർഗം? സാർ, നമുക്ക് ഈ കുഴിയിൽ നിന്ന് അല്പം വിട്ടുമാറി സൈഡിൽ നിന്ന് മറ്റെങ്ങനെയെങ്കിലും. സൈഡിൽ എന്ത് ചെയ്യാൻ? അല്ല, ആ പറഞ്ഞതിലൊരു ചെറിയ കാര്യമുണ്ട്. കറക്റ്റ്. ഈ കുഴിയെ ഡിസ്റ്റർബ് ചെയ്യാതെ മറ്റൊരു കുഴിയെടുത്ത് അതിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാം. അവിടെ ഒന്നും അടിവശം ബ്ലോക്ക് ചെയ്യാമല്ലോ. അപ്പൊ 10-18 അടി ആഴത്തിൽ വലിയൊരു കുഴി വേണ്ടേ? വേണം. 2-3 പേർക്ക് നിന്ന് പെരുമാറാനുള്ള വലിപ്പവും വേണം. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട സാർ. നമുക്ക് ഇത് പിറ്റ്. ഇതാ ഇവിടെയാ കുട്ടിയിരിക്കുന്നത്. നമ്മൾ ഇപ്പൊ കുഴിക്കുന്ന കുഴി ഇതാ ഇവിടെ വരെ കുഴിക്കണം. ഇവിടെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. എങ്ങനെ? അത് വല്ല പലകയോ കട്ടപ്പാരയോ വല്ലതും വെച്ച് ബ്ലോക്ക് ചെയ്യണം. കുഞ്ഞിരിക്കുന്ന കുഴിക്കും നമ്മൾ എടുക്കുന്ന കുഴിക്കും തമ്മിൽ 6 അടി അകലമില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നേ? ഇപ്പൊ നമ്മൾ കുഴിക്കുന്ന കുഴിയുടെ അടിവശം കുറെ കൂടി ചരിച്ചു വെട്ടി മറ്റേ കുഴിയിലേക്ക് ഒരു പാസേജ് ഉണ്ടാക്കണം. യു മീൻ ലൈക്ക് എ ടണൽ? അതെ, ഒരു ചെറിയ തുരങ്കം. ആ തുരങ്കത്തിലൂടെയാണല്ലോ നമ്മൾ കുഴി ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ. അങ്ങനെയാണെങ്കിൽ അതേ തുരങ്കം അല്പം കൂടി വലുതാക്കിയാൽ അതിലൂടെ കുഞ്ഞിനെ നമുക്ക് പുറത്തിറക്കാമല്ലോ. ഗ്രേറ്റ്. അതെ, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ വേണം. കുട്ടിക്ക് ഈ അവസ്ഥയിൽ തുടരാൻ പറ്റില്ല. ഓക്സിജൻ തീർന്നു. ഇത്ര പെട്ടെന്നോ? നേസൽ ഫീഡിംഗ് അല്ലല്ലോ, കുറെ അധികം വേണ്ടി വരും. മോളെ മാളൂട്ടി,
മഴക്കോളുണ്ട് പെയ്തേക്കും. അയ്യോ കുഴിയിലെ വെള്ളം വീഴുമല്ലോ. വണ്ടിയിലെ ടാപ്പാളും കാണുമല്ലോ. ആ വണ്ടിയിലെ ടാപ്പാളിന് കയറി എടുക്ക്. വേണ്ടേ ഓക്സിജൻ വന്നു വെക്കണം. ഇതങ്ങോട്ട് മാറ്റേ മോളെ മാളൂട്ടി, വേഗത്തിൽ അവിടെ ചവിട്ട്. ഡോക്ടർ പ്ലീസ് സ്പീഡ് അപ്പ്. വേഗം കൊണ്ടുപാടോ, മഴ വരുന്നില്ലേ? ഇത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. 18 അടി താഴ്ചയും 8 അടി വീതിയും വേണ്ടേ? എങ്ങനെയായാലും രാത്രി മുഴുവൻ എടുക്കും. അത്രയും നേരം കുട്ടിക്ക് കുഴിക്കാത്ത കഴിയാൻ പറ്റില്ല. ഹി കാൻ സിംപ്ലി സ്റ്റാൻഡ് ഇറ്റ്. ഡോക്ടർ നമ്മൾ പിന്നെ വേറെ എന്ത് ചെയ്യണം? എന്തെങ്കിലും മെഷീനറി ഉപയോഗിക്കണം. മെഷീനറി എന്ന് പറഞ്ഞാൽ എർത്ത് മൂവിങ്ങുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും, റിഗോ, എക്സ്കവേറ്ററോ, സംതിങ് ലൈക്ക് ദാറ്റ്. രണ്ടും പ്രാക്ടിക്കൽ അല്ല. ഈ പരിസരത്തെങ്ങും ഇത് രണ്ടും കിട്ടാനുമില്ല. ഇനി അത് ഉള്ളിടത്തുനിന്ന് വരുത്താമെന്ന് വെച്ചാൽ തന്നെ ദിവസങ്ങൾ എടുക്കും. അല്ല സാർ, ഈ കുഴി കുഴിക്കാൻ ഉപയോഗിച്ച അതേ മെഷീൻ നമുക്ക് ഒന്നുകൂടി ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് പരമാവധി ഒരടി വട്ടമുള്ള കുഴിയല്ലേ കുഴിക്കാൻ പറ്റൂ. കാര്യമില്ല. ഒരടി വട്ടമുള്ള ഒരു കുഴി കുഴിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് അതിലെങ്ങനെ ആളിറങ്ങും? അതിലാളിറങ്ങില്ല. അത് തന്നെ പറഞ്ഞത് അത് വേസ്റ്റ് ആണ്, ഒരു പ്രയോജനവും ഇല്ല എന്ന്. പ്രയോജനമുണ്ടോ ഇല്ലയെന്ന് ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയൂ. അത്ര ഉറപ്പാണെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തോ. ഞാൻ പറഞ്ഞു ഇങ്ങെടുത്തു. ഫയർ എഞ്ചിൻ ഉണ്ട്, ഫയർ പാർട്ടീസ് ഉണ്ട്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഈ എന്റെ കുഞ്ഞിന്റെ ജീവന അപകടത്തിൽ. അത് ഇങ്ങനെ കൂടി തോന്നണ്ടേ? ഇതൊന്നും ആരും ചെയ്തു നോക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത്തരം ചുറ്റുപാടിൽ നമ്മൾ പല രീതികളും ആലോചിക്കേണ്ടി വരും. ഈ പറഞ്ഞ മെഷീൻ ഉപയോഗിച്ച് ഒരു കുഴി ഉണ്ടാക്കാമല്ലോ. അടുപ്പിച്ചടുപ്പിച്ച് കുറച്ചധികം കുഴികൾ കുഴിക്കണം. ഒരു 5-8 എണ്ണം. എന്നിട്ട് കുഴികൾക്കിടയിലുള്ള ഭാഗം മാനുവലായി തട്ടിക്കളഞ്ഞാൽ അതൊരു വലിയ കുഴിയോ. ഒരു കുഴിയെടുക്കാൻ എത്ര സമയം വേണം? 10-15 മിനിറ്റ് മതി നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു കുഴിക്ക്. അപ്പൊ 2-3 മെഷീൻ സംഘടിപ്പിച്ചാൽ പെട്ടെന്ന് കുറെ കുഴികൾ എടുക്കാം. പക്ഷേ എന്റെ അറിവിൽ ഒരു എക്യുപ്മെന്റ് ഉള്ളല്ലോ. എന്തായാലും ദാസേ, നമ്മുടെ കുര്യാക്കോസിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചെന്ന് കാര്യം പോലെ സാധനം കൊടുത്തോണ്ട് വാ. ശരി സാർ. ഒരെണ്ണം കൂടി കിട്ടുമെന്ന് നോക്ക്. വേഗം വേണം. മോളെ മാളൂട്ടി, മോളെ മോളെ അച്ഛനെ വിളിക്കുന്നത്. ഡോക്ടറിന്റെ മോള് മിണ്ടുന്നില്ല. മോളെ എന്റെ മാളൂട്ടി, മോളെ ഇങ്ങോട്ട് നോക്കു. മോളെ വീണ്ടും വാങ്ങിപ്പോയതായിരിക്കും. മിസ്സിനെ വേഗം വിളിക്കുക. രാജി, 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 നമ്മുടെ മോളെ വിളിക്ക്. രാജി, 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 മാളൂട്ടിയെ വിളിക്ക്. രാജി, മോളെ, രാജി, രാജി മോളെ വിളിച്ചുണർത്തോ. മോളെ വിളിച്ചോളൂ പ്ലീസ്. മോളെ, മോളെ മാളൂട്ടി.